Hi all, welcome to Nana's Kitchen. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതിനു മുമ്പ് ഒരു തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മീൻകറിയുടെ ഒരു ഈസി വേർഷൻ ആണ് കാണിക്കുന്നത്. അതേ ടേസ്റ്റോടെ ഉണ്ടാക്കാൻ പറ്റണ ഒരു എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മാറ്റങ്ങളോടുകൂടിയാണ് ഞാൻ കറി ഉണ്ടാക്കുന്ന മെത്തേഡ്. പക്ഷെ കറിയുടെ ടേസ്റ്റ് ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ആ കറി ഉണ്ടാക്കിയ സമയത്ത് കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കറിയാണ്, നല്ല റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ആ കറി നമ്മൾ ഉണ്ടാക്കാനായിട്ട് തേങ്ങാപ്പാൽ ഇങ്ങനെ വറ്റിക്കുമ്പോൾ, ചെറിയ ഫ്ലെയിമിലിട്ട് വറ്റിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കണത്. ഇപ്പം എനിക്ക് മോളുള്ളതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കണ ഒരു മെത്തേഡാണ് കാണിക്കണത്. അപ്പോൾ ഇത് ഇപ്പോൾ വർക്കിംഗ് വുമൻസിനും ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ മീനിൻ്റെ അളവിനുള്ള ഒരു ഗ്രേവിയുടെ കറിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പീസുള്ള ഇഞ്ചിയും, ഒരു കുറച്ച് ചുവന്നുള്ളിയും, ഒരല്ലി വെളുത്തുള്ളി, 2 ചെറിയ പച്ചമുളക്, ഇത്രയും സംഭവങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. നമ്മുടെ സാധാരണ ഒരു ചതയ്ക്കണ ഒരു ഇതിലിട്ട് ചതച്ചാൽ മതി. പച്ചമുളക് നീളത്തിൽ കീറിയും എടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി. അപ്പൊ എരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 3 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ എരിവ് കൂടുതലോ കുറവോ അനുസരിച്ച് നിങ്ങൾ അളവ് മാറ്റണം. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. പിന്നെ നമ്മൾ കൊടംപുളി ഇട്ടാണ് അന്നും കറി വെച്ചത്. ഞാൻ കൊടംപുളി ഇട്ട് തന്നെയാണ് ഈ കറിയും വെക്കണത്. ഇതിന് പകരം നമുക്ക് ആ കറിയിലും ഈ കറിയിലും ഒക്കെ പച്ചമാങ്ങയും, പിന്നെ അല്ലെങ്കിൽ ഈ ചെമ്മിപ്പുളി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. അതിന് വേറെ എന്താ പറയാന്ന് വെച്ചാല് ഇരുമ്പമ്പുളി എന്നും പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഓർക്കാപ്പുളി എന്ന് പറയുന്നത് തോന്നുന്നു വേറെ നാട്ടിൽ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ ഇരുമ്പമ്പുളി ചെമ്മിപ്പുളി എന്നൊക്കെ പറയുന്ന പുളിയും കൂടി ഇട്ടിട്ടും അല്ലെങ്കിൽ ഈ കൊടംപുളീനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. കൊടംപുളീനെയോ അല്ലെങ്കിൽ പച്ചമാങ്ങയും ഈ കൊടംപുളീനെ റീപ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് 3ഉം സെയിം ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് മാറ്റി മാറ്റി എടുക്കാം. അപ്പൊ കറിവേപ്പില, കൊടംപുളി ഞാൻ 3 പീസ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവയ്ക്കണോണ്ട് നല്ല ഉണങ്ങിയിരിക്കും. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരാനാണ്. ഈ വെള്ളം ഞാൻ കറിയിൽ ഒഴിക്കൂല, നമ്മുടെ കൊടംപുളി മാത്രമേ എടുത്ത് ഇടുള്ളൂ കേട്ടോ. അപ്പൊ ആ പുളി നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ കൊടംപുളി ഒന്ന് കുതിരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേണ്ടത് ഒരു 1/2 കിലോ മീനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഏത് തരം മീനും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഏത് മീൻ, ദേശക്കട്ടുള്ള മീൻ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഏത് മീനും ഈ കറി ഗ്രേവിയിൽ വെച്ച നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ 2 ഒന്നാം പാലും 2ാം പാലും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് കറി വെച്ചത്. ഈ കറി ഞാൻ വെക്കണം വേറൊരു മെത്തേഡിലാണ്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ 1ാം പാലും അല്ല 2ാം പാലും അല്ലാത്ത രീതിയിൽ കുറച്ച് ലൂസായിട്ട് ആദ്യത്തെ പാലിനെ നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1-1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് തേങ്ങ അടിക്കുന്ന സമയത്ത് നല്ലോണം പാല് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നുള്ളുപ്പും കൂടി ഇടുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പാല് കിട്ടും. അപ്പോൾ 1ാം പാലും 2ാം പാലും അല്ലാത്ത കുറച്ച് ലൂസായിട്ടുള്ള 1ാം പാലാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ തേങ്ങയുടെ പാലും കൂടി വേണം. അപ്പൊ ഇത്രയും സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കണം. നമുക്ക് കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കറി വെക്കുന്ന പാത്രത്തിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു വലിയ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായി. അത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ മറ്റേ കറിയുടെ വീഡിയോ കണ്ടാലും അറിയാം, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഓർഡറിലുണ്ട് കേട്ടോ. പക്ഷെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ആ കറിയുടെ അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടി കൊടുക്കാം കേട്ടോ. നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കാം. നല്ല കറിയാണ്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾ, മുളക്, ഈ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കാം. എൻ്റെ ചെറിയ മോളുടെ ഒച്ചയാണ്ട കേൾക്കണം, മൂപ്പരിവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ കൊടംപുളി, എന്നിട്ട് ഇനി നമ്മുടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും വെള്ളം മതി കേട്ടോ, വളരെ കുറച്ച് വെള്ളം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മതി കേട്ടോ.
ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ പുളി ഇതിൽ തന്നെ കിടന്നങ്ങ് ഇളകും. ഇളകി ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് ഒത്തിരി പകുതി വറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പൊ തേങ്ങാപ്പാൽ പെട്ടെന്ന് തിളച്ച് പോവുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുളകും പുളിയും തേങ്ങാപ്പാലൊക്കെ കൂടി തിളപ്പിക്കും വേണ്ടല്ലോ. ഈ പുളിയും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആയി വരുന്ന വരെ തേങ്ങാപ്പാൽ തിളച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഞാനിപ്പോ മോളുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പൊ കൂടുതലും കറി ഇങ്ങനെ വെക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഗ്യാസിലെ ഫ്ലെയിമിൽ ഓണാക്കി തിളപ്പിക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ മിക്സ് ഞാൻ നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റണം. ഹൈ ഫ്ലെയിമിലായാലും മതി. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇവിടെ കിടന്ന് ഒരു പകുതി വറ്റട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ അതിലെ വെള്ളം പകുതി കൂടുതൽ വറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പുള്ളിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 കപ്പെങ്കിലും പാലുണ്ടാവും. പക്ഷെ ഇത് 2ാം പാൽ 1ാം പാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടില്ല. 1ാം പാൽ തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തത്. എനിക്ക് തോന്നുന്നു അത് മതിയെന്ന്. കാരണം നമ്മളിപ്പോ ആ വറ്റിച്ച വെള്ളം ഉണ്ടല്ലോ ആ മിക്സിലും കുറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ അത് കൂടാതെ നമ്മള് 1ാം പാലും 2ാം പാലും കൂടി കൂട്ടുമ്പോൾ ഈ കറിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ കറി വറ്റണമല്ലോ. അപ്പൊ അത്രയും നേരിട്ട് വറ്റിക്കണ്ടേ. ഇതാവുമ്പോൾ നല്ല ഫുള്ളായിട്ട് തേങ്ങ പിഴിഞ്ഞെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് അതിൽ തന്നെ പാലൊഴിച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് ചെറിയതായിട്ട് തേങ്ങാപ്പാൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിനേക്കാൾ കുറച്ച് താഴേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പിന്നെ ഇത് കിടന്ന് വറ്റിക്കോളും. മറ്റേ കറി പോലെ ഇത് കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, പിരിയൂല. അതെന്താ കാരണം എന്ന് വെച്ചാല് ഓൾറെഡി പുളിയും ഉപ്പും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ പാലിന്റെ കൂടെ വേഗം യോജിച്ചോളും. അപ്പൊ അതുകൊണ്ട് മറ്റേതെന്ന് പറയുമ്പോൾ ഉപ്പും പുളിയും മുളകും കൂടി മിക്സ് ആയി വരണ ഒരു സമയം വരെ പാല് വേഗം പിരിഞ്ഞു പോവാനും അല്ലെങ്കിൽ തിളച്ച് പൊന്തി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാവുമ്പോ അങ്ങനെ ഇല്ല. അപ്പൊ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടായി വരുന്ന സമയത്ത് ഒന്ന് തീ കുറച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അത് കിടന്ന് തിളച്ചോളൂ കേട്ടോ. തിളച്ച് ഒന്ന് വറ്റട്ടെ. ആ സമയത്താണ് നമ്മൾ മീനിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഒരുവിധം വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ ഒഴിച്ച തേങ്ങാപ്പാലിനേക്കാൾ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ മീൻ വേവണേന്റെ ഒപ്പം തന്നെ കറി കിടന്ന് വറ്റിക്കോളും. സമയത്ത് ഞാൻ മീൻ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ നമ്മളിവിടെ ബറാക്കോടാന്ന് പറഞ്ഞിട്ട് കിട്ടണ മീനായിട്ട് കൊടുക്കണം. നാട്ടില് ഷീലാവെന്ന് പറയണ മീന്. ഇത് 1 കിലോ മീനുണ്ട്. 1 കിലോക്കുള്ള ഗ്രേവിക്കുള്ള മീനാണ് അളവാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ മാറ്റണം. അപ്പൊ മീൻ ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും കറി തിളച്ചു പോകൂല. അപ്പൊ മീൻ വേവണതിന്റെ ഒപ്പം തന്നെ ഈ കറി കിടന്ന് വറ്റുകയും ചെയ്യും. വീഡിയോയിലേ എന്നിട്ട് നമുക്കുണ്ടല്ലോ പകുതി ഒന്നും മൂടി കൊടുക്കാം. ഫുള്ളായിട്ട് മൂടണ്ട. കാരണം കറി വറ്റണമല്ലോ, മീൻ വേവും വേണം. അപ്പൊ ഞാനൊരു 3/4 ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട്. ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും മീൻ വേവും കറിയും പറ്റും. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കറി ഉണ്ടല്ലോ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇരുന്ന് വറ്റാനുള്ള ഒരു വറ്റല് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിനി കറി താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഞാനൊരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടില്ല താളിക്കാനുള്ള സംഭവങ്ങൾ. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്കൊരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കരിയെടുത്തിട്ടാ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ ഒന്ന് പൊട്ടി ഇങ്ങനെ വരണ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ഉള്ളിയുടെ ഒപ്പം തന്നെ കിടന്ന് ഉലുവ പൊട്ടിക്കൊള്ളും. കാരണം ഉലുവ കറുത്ത് പോവരുത്. കറുത്ത് പോയി കഴിഞ്ഞാൽ ഉലുവ കരിഞ്ഞു പോവും, ഭയങ്കരമായിട്ട് കരിഞ്ഞു. അപ്പൊ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഞങ്ങളൊക്കെ വീട്ടിലെപ്പോഴും ഉമ്മ തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് നമ്മുടെ വീട്. അപ്പൊ ഉമ്മയൊക്കെ എപ്പോഴും ഉലുവ ഇട്ടാണ് കറി താളിക്കണം. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഉലുവ ഇട്ടാണ് കറി താളിക്കണത്. എനിക്ക് അതിന്റെ ഒരു ഫ്ലേവർ ഭയങ്കര നല്ലതായിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഇതാ പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ട് ആഡ് ചെയ്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. ആ സമയത്ത് ഒരു നുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കറി ഈ വെളിച്ചെണ്ണ കാച്ചി ചെയ്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നിങ്ങളെല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ മറ്റേ മീൻ കറി ട്രൈ ചെയ്ത് നിങ്ങൾ ചെയ്തവരൊക്കെ ഈ മെത്തേഡിലൊന്ന് കറി ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാം തമ്മിൽ വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി വേർഷനാണ്.
അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം ബ്രൗണായി വന്നിട്ടുണ്ട് കേട്ടോ. കരിയണ്ട. ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഈ ഉള്ളി നമ്മൾ താളിക്കുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ കുറച്ച് മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഉപ്പ് മുളക് അങ്ങനെ എന്തെങ്കിലും വേണോ എന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ഉപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ മുളകൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മുളകിൻ്റെ എരിവൊക്കെ കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഈ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എരിവിന് വേണ്ടിയിട്ടല്ല, കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എപ്പോഴും ഇങ്ങനെ താളിക്കുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ അതിലേക്ക് ചേർക്കുമ്പോൾ നന്നായിട്ട് എണ്ണ തിരിഞ്ഞ് കറി വരും. അല്ലെങ്കിൽ തന്നെ കറി ഇരുന്ന് വരുമ്പോഴേക്കും കറി വറ്റി വരുമ്പോൾ എണ്ണ തളിക്കുമ്പോൾ വരും കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ കരിഞ്ഞു കൊണ്ട മുളക് നമ്മുടെ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചാറെടുത്തിട്ട് നമ്മുടെ കണ്ട നല്ല എണ്ണ തെളിഞ്ഞു വന്നതാണ്. ഇനി കുറച്ച് ചാറെടുത്തിട്ട് ഫുള്ളായിട്ടൊക്കെ വരാം. ഇനിയല്ല ഒന്നും ചെയ്യണ്ട, ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെക്കാം കേട്ടോ. കറി നന്നായിട്ടൊന്ന് വരട്ടെ. 10 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെക്കാം. ആ താളിച്ച സ്മെല്ലൊക്കെ ഒന്ന് അതിലേക്ക് നന്നായിട്ട് ഇറങ്ങട്ടെ. ഈ സമയത്ത് ഉണ്ടല്ലോ ചട്ടിന്ന് ഈ കറി തന്നെ ഇരുന്ന് ചട്ടിന്ന് ഇതങ്ങ് വറ്റി വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഓഫ് ചെയ്ത ഫ്ലെയിമിലേക്ക് തന്നെ അങ്ങ് വെച്ചു കൊടുത്താൽ ആ ചെറിയ തീയിലിരുന്ന് കറി നന്നായിട്ട് വറ്റി നല്ല എണ്ണ തെളിഞ്ഞ് വരും. ഞാനിതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.